എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നെക്സോൺ EV പ്രൈമിൻ്റെ 1,60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു യൂസർ റിവ്യൂ ആണ് നോക്കുന്നത്. അതായത് എൻ്റെ സ്വന്തം യൂസർ റിവ്യൂ. ഞാൻ 2021 ഡിസംബറിലാണ് ഈ വണ്ടി എടുക്കുന്നത്. ഇപ്പം 3 വർഷം 1 മാസവുമായി. ഇപ്പം നിലവിൽ 1,60,300 കിലോമീറ്ററായി. ഈ കിലോമീറ്ററിനിടയ്ക്ക് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ യാത്ര വാഗമണ്ണാണ് പോയത്. ആ സമയങ്ങളിലൊക്കെ ചാർജിങ് സ്റ്റേഷൻ വളരെ കുറവായിരുന്നു. അതുതന്നെയല്ല, നമുക്ക് ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മളൊരു ചെറിയ യാത്ര പോയാൽ പോലും വളരെ ടെൻഷൻ അടിച്ചാണ് യാത്രകൾ ചെയ്തിരുന്നത്. അന്നേരം നമുക്ക് സഹായത്തിനായിട്ട് ഇവോക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഒരുപാട് പേരുമായിട്ട് ഷെയർ ചെയ്തൊക്കെയാണ് നമ്മൾ യാത്ര ആ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസായി. എല്ലാ ചാർജിങ് സ്റ്റേഷനിലും ഇഷ്ടംപോലെ ഗണ്ണും കാര്യങ്ങളും എല്ലാം ആയി, നമുക്ക് സൗകര്യമായി. നേരത്തെ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കണ്ണൂരൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരാവശ്യവും ഇല്ലാതെ പല പ്രാവശ്യം ചാർജ് ചെയ്തൊക്കെയാണ് യാത്ര ചെയ്തിരുന്നത്. അതൊക്കെ മാറി ഇപ്പം നമ്മൾ ശ്രീനഗർ വരെയൊക്കെ വണ്ടി കൊണ്ട് പോയായിരുന്നു. വഴിയിൽ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത്ര കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വേറെ പലർക്കും തോന്നായിരിക്കും വേറെ വണ്ടി ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും. മേ ബി ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നത് ഇത്ര തന്നെയാണെന്ന് പറയാം. കാരണം എവിടെ പോയാലും ഞാൻ ഈ വണ്ടി കൊണ്ടാണ് പോകുന്നത്. എനിക്ക് ഈ വണ്ടി 101% സാറ്റിസ്ഫൈഡാണ്. ഇതുവരെ ഒരു ഹൈ വോൾട്ടേജ് എററോ ഒരു ഇഷ്യൂസോ ഒന്നും വന്നിട്ടില്ല. 90,000 കിലോമീറ്ററിൽ എനിക്കൊന്ന് ബാറ്ററി മാറി വെക്കേണ്ടി വന്നു. ഒരു 14% ഒരു ലിംബ് മോഡിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട് ബാറ്ററി മാറി വെച്ചു. അത് ജനറേഷൻ 3 എന്ന് പറയുന്ന പുതിയ ബാറ്ററിയാണ് അവർ വെച്ച് തന്നിരുന്നത്. അത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരുപാട് യാത്രകൾ ഈ വണ്ടിയിൽ ചെയ്തത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റി എല്ലാ യാത്രകളും. ഞാൻ ലോങ് പോകുമ്പോൾ എപ്പോഴും ഫാസ്റ്റ് ചാർജിങ് മാത്രം ചെയ്താണ് യാത്ര ചെയ്യുന്നത്. എല്ലാ ചാർജിങ്ങും ഞാൻ 100% ആക്കാനും ശ്രമിക്കാറുണ്ട്. വണ്ടിയുടെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മടുക്കില്ല, ഒരിക്കലും മടുക്കാത്ത രീതിയിലാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ടാറ്റയോട് താങ്ക്സ് തന്നെ പറയുന്നു. പിന്നെ എനിക്കിതുവരെ ടാറ്റയുടെ സർവീസ് സെൻറ്ററിൽ നിന്നോ ടാറ്റയുടെ ഭാഗത്തു നിന്ന് ഒരു മോശമായൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേര് വഴി കിടക്കുന്നുണ്ട്. അത് ഒരു വശത്തുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്കിതുവരെ ഈ വണ്ടി കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ സാധാരണഗതിയിലുള്ള ഓട്ടമൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ലോ ചാർജ് ചെയ്ത് തന്നെ ഓടും. നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മൾ സ്ലോ ചാർജ് ചെയ്യാറേ ഇല്ല. എല്ലാം ഫാസ്റ്റ് ചാർജ് ചെയ്ത് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ഈ വണ്ടിയിൽ എക്സ്റ്റേണലായിട്ട് ചെയ്തെന്ന് പറയാണ്ട് ആകെ വണ്ടി ഫുള്ളായിട്ട് ഡാമ്പ് ചെയ്തു. അത് മാത്രമേ ഉള്ളൂ നമ്മൾ എക്സ്റ്റേണലായിട്ട് ചെയ്തൊരു കാര്യമുള്ളൂ. പിന്നെ നമ്മൾ വണ്ടിയിൽ എപ്പോഴും എവിടെ യാത്ര ചെയ്താലും ഒരു 20 മീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടാവും, ഒരു ടോയിങ് റോപ്പ് കാണും, ഒരു എക്സ്റ്റേണൽ എർത്ത് കാണും. കാരണം വെച്ചാൽ എവിടെ നമ്മൾ പോകുമ്പോൾ എപ്പോഴെങ്കിലും സ്ലോ ചാർജ് ചെയ്യേണ്ടി വന്നു ചെയ്യുന്നിടത്ത് നമുക്ക് എർത്തിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് എർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ വണ്ടി ചാർജിങ് സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി എഫക്റ്റുള്ള സിസ്റ്റമാണ്. ഹർമൻ്റെ സിസ്റ്റമാണ്. നമുക്ക് ആ 2021 മോഡലിലൊക്കെ അതാണ് വന്നിരുന്നത്. വണ്ടിയുടെ ആ ഒരു കംഫർട്ട് ലെവലൊക്കെ സൂപ്പറാണ്. ഞാൻ EV എടുത്തിട്ട് കഴിഞ്ഞൊരു മാറ്റം വന്നെന്ന് പറഞ്ഞാൽ യാത്രകൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാനുമൊക്കെ ധൈര്യമായിട്ട് പോകാൻ തുടങ്ങി. അത് EV എടുത്തതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് തന്നെ പറയാം. പിന്നെ EV നമ്മൾ മടുക്കുകയല്ലേ യാത്ര. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു എത്ര യാത്ര ചെയ്താലും നമ്മൾ ആ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ഇരിക്കും വണ്ടിയിൽ. കാരണം വെച്ചാൽ വണ്ടിയുടെ സീറ്റിങ്ങും വണ്ടിക്കകത്തെ കംഫർട്ടും എനിക്കൊന്ന് നോയ്സ് ലെവലൊക്കെ തീർത്തും കുറവുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു ഫീൽ ഉണ്ടാകുന്നത്. ഞാൻ യാത്രയൊക്കെ പോയപ്പം ടാറ്റയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്ന സപ്പോർട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർ കൂടെ വന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും കണക്ട് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ നല്ലതാണ്. പക്ഷേ കുറേ കൂടെയൊക്കെ റിഫൈൻഡ് ആകാനുണ്ട് വണ്ടി. എനിക്ക് വണ്ടിക്കകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലത്തെ AC ബാക്കിൽ കാലിൻ്റെ അവിടെയായിട്ട് വെച്ചിരിക്കുന്നത്. അത് നടുക്കിരിക്കുന്ന ആൾക്ക് ഭയങ്കര ഡിസ്കംഫോർട്ടാണ്. കാരണം കാലിലോട്ട് AC അടിച്ചിട്ട് കഴിയുമ്പോഴേ
അത് ശരിക്കും റൂഫ് ഫെയിലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരുന്നു. എനിക്ക് നെക്സോണിന് ടയർ മൈലേജ് കിട്ടിയത് ആദ്യത്തേത് ഒരു 73,000 ആയപ്പം മാറി. പിന്നെ ഞാനൊരു ബ്രിഡ് സ്റ്റോണിൻ്റെ ടയറായിട്ട് അതൊരു 40,000 ആയപ്പോഴത്തേന് കംപ്ലീറ്റ് തീർന്നു പോയി. പിന്നെ ഞാൻ ടയർ മാറിയത് മറ്റേ സ്റ്റോക്ക് വന്ന MRFൻ്റെ വാണ്ടർ എന്ന് പറഞ്ഞ ടയറാണ്. അതിപ്പോൾ ഏകദേശം 60,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. എൻ്റെ ലോങ് യാത്ര എന്ന് പറയാൻ ഏറ്റവും ലോങ് പോയത് ഞാൻ ശ്രീനഗറല്ല സോൻമാർഗ് വരെ പോയി. ശ്രീനഗർ വരെ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസൊക്കെ ഉണ്ട്. ജമ്മുവിൽ നിന്ന് ശ്രീനഗർ പോകുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിച്ചു ആലോചിച്ച് പോകേണ്ട. കാരണം വെച്ചാൽ വഴി തീർത്തും മോശമാണ്. ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ കറണ്ടിൻ്റെ ഇഷ്യൂസ് അവിടെ കാണിക്കാറുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് BPCLൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. BPCLും ടാറ്റ പവറും. ഒരു 11 രൂപ മിച്ചം നമ്മളിവിടുന്ന് പോയിട്ട് വരുമ്പോൾ ടോളും ആവും. ഒന്നും പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് യാത്ര ചെയ്യുക എല്ലാവരും. കാരണം വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യാതിരുന്നുകൊണ്ട് നമുക്കിതുകൊണ്ട് വണ്ടി കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവുകയില്ല. ഞാൻ വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ സർവീസിങ്ങൊക്കെ 15,000-നാക്കി. കാരണം 7,500 അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തൊട്ട് കൊടുക്കുന്നുമില്ല. എല്ലാ 15,000-നും സർവീസ് ചെയ്യുന്നുണ്ട്. കാരണം ആക്ച്വലി ഓയിൽ ചേഞ്ചിങ് ഒക്കെ വരുന്നത് 30,000-നാണ്, 60,000-ന് കൂളൻ്റ് മാറുന്നു. പക്ഷേ എല്ലാ 15,000-നും വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബാറ്ററിയുടെ വാറണ്ടിയും കൂടെ കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പം എല്ലാം പെയ്ഡ് സർവീസായി. ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ടാറ്റ പക്ഷേ ഈ കംപ്രസർ അതുപോലെ ഡ്രൈവ് ഇതൊക്കെ അവർ റിപ്പയർ തരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അതിനൊക്കെ പുതിയതിന് ഭയങ്കര വിലയായതുകൊണ്ട് ആൾക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ മേലാത്ത സാഹചര്യം ആയതുകൊണ്ട് പുതിയതിന് പകരം നമ്മളത് തന്നെ സർവീസ് ചെയ്ത് തരും. പക്ഷേ ഇതിനൊക്കെ എന്തോരം കാലതാമസം വരുമെന്നുള്ളതാണ് അറിയാത്ത വേറൊരു കാര്യം. എൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്ന. രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ലാവിഷായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിലോ വാട്ടൊന്നും നോക്കാതെ ഞാൻ വണ്ടി ഓടിക്കും. ഇനിയിപ്പം അല്ല നമ്മൾ ലോങ് പോവുക അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ 70-80 കിലോമീറ്റർ മാക്സിമം സ്പീഡ്. അത് അത്താൽ ഗ്രാഫ് നോക്കി നമ്മൾ വളരെ സൂക്ഷിച്ച് ഓടിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ആ രീതി ചെയ്യുമ്പം പോലും ഇപ്പം നമ്മൾ ആ വണ്ടി എടുത്തപ്പോഴത്തെ ഒരു കംഫോർട്ട് വണ്ടിക്ക് ഡ്രൈവിങ്ങിലില്ല. നമ്മൾ ഈ പ്രൈം അപ്ഡേറ്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി ഓടിച്ചിരുന്ന ആ രസത്തിലും ആ ഒരു ഒഴുക്കിലും ഇപ്പോൾ ഓടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്പോർട്സ് മോഡിലിട്ട് കയറിപ്പോയാൽ മാത്രമേ ആ ഒരു എഫക്റ്റ് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ റീജൻ ഓഫാക്കി ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പഴയ സുഖം കിട്ടുന്നുള്ളൂ. അത് അവർ അപ്ഡേറ്റ് വഴി അവർ മൈലേജ് കൂട്ടാനും കാര്യങ്ങളുമൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു കംഫർട്ട്നെസ് പോയി, വണ്ടി ഓടിക്കാനുള്ള ആ ഒരു കംഫർട്ട്നെസ് പഴയത് അപേക്ഷിച്ച് പോയി. ഇതൊക്കെയാണ് ഒരു റിയൽ ടൈം എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്